ഒരിക്കൽ പ്രകൃതിയുടെ കരുണയാൽ പൂത്തിരിക്കുന്ന മനോഹരമായൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കാളു എന്ന വലിയ ആനയും ഒരു കുറുക്കനും താമസിച്ചിരുന്നു. കാളു സത്യമാർഗിയായിരുന്നു. പക്ഷേ കുറുക്കൻ ഒരിക്കലും സത്യത്തിൻ്റെ വഴിയിലൂടെയല്ല സഞ്ചരിച്ചിരുന്നത്. ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആകാശം പോലെ വിശാലമായ സൗഹൃദം. ഓരോ ദിവസവും അവർ കാട്ടിൽ നടക്കും, പുഴകളിൽ കുളിക്കും, പക്ഷികൾക്ക് സഹായം ചെയ്യും. കാടിനകത്തെ ഓരോ ജീവിയെയും അവർ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു. ഒരിക്കൽ പുള്ളിപ്പുലി തമ്പുരാനെ കാണാതായി എന്ന വാർത്ത കാട്ടിലാകെ പരന്നു. പുള്ളിപ്പുലി കാടിൻ്റെ പരമ്പരാഗത കാവൽക്കാരിയായിരുന്നു. കാളുവും കുറുക്കനും കൃത്യമായി തീരുമാനിച്ചു, തമ്പുരാനെ കണ്ടെത്തണം. അവർ യാത്ര ആരംഭിച്ചു. കാടിൻ്റെ ദൂരത്തേക്ക്. വഴിയിൽ അവർ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. വറ്റിയ പുഴ, മുറിയുന്ന മരങ്ങൾ, മൃഗങ്ങളുടെ നിലവിളി. കാട് നിരൂപമായി നശിച്ചിരിക്കുന്നു. കുറുക്കൻ പറഞ്ഞു, ഇവിടെയൊക്കെ മനുഷ്യരുടെ ചുവടുകൾ തന്നെയാണ്. കാളുവിന് ആ ഭീഷണി മനസ്സിലാവുകയായിരുന്നു. അവർ കാട് നഷ്ടമാവുന്നതിന് മുൻപ് അതിനെ രക്ഷിക്കേണ്ടതുണ്ട്. പുള്ളിപ്പുലിയെ തിരയാനുള്ള താല്പര്യം മറ്റൊരു ദൗത്യമായി മാറി. അതാണ് കാടിൻ്റെ രക്ഷ. യാത്ര സങ്കീർണമായി മാറുന്നു. കുറുക്കൻ ഭൂമിയിലൂടെ കുഴികൾ കണ്ടുപിടിക്കുന്നു. കാളു ഉയർന്ന മരങ്ങളിലൂടെ തല കുനിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. കുറുക്കൻ തൻ്റെ ചിന്തകൾ ഉപയോഗിച്ച് യാത്ര എളുപ്പമാക്കി. കാളു പുഴയുടെ മറുവശത്ത് കുടുങ്ങിയ തവളയെ രക്ഷിച്ചു. തവള പറഞ്ഞു, മനുഷ്യൻ കാടിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും അതിനോടുകൂടി കുരങ്ങിനെ കാണുന്നു. ആശങ്കയോടെ. കുരങ്ങ് മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ മനസ്സിൽ സത്യമുണ്ടായിരുന്നു. കുരങ്ങ് വിവരങ്ങൾ നൽകുന്നു. പുള്ളിപ്പുലിയെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. കാളുവിനും കുറുക്കനും കാടിൻ്റെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന പ്രാധാന്യം മനസ്സിലാക്കുന്നു. അവർ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു ചേർക്കുന്നു. കരടി, മണ്ണിപ്പാവ്, തവള, കുറുക്കൻ, പാമ്പ്, കാളു ഒരുമിച്ചായി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു. കാടിൻ്റെ ആകുലത മുഴുവൻ അവർ അനുഭവിച്ചു. കുറുക്കൻ മനുഷ്യരുടെ ക്യാമ്പിലേക്ക് രഹസ്യ വഴി കണ്ടെത്തുന്നു. കാളു ക്യാമ്പിന് പുറത്ത് കാത്തിരിക്കുന്നു. കുറുക്കൻ യന്ത്രങ്ങളിലേക്ക് കയറി അത് തകർക്കാൻ തീരുമാനിച്ചു. കാളു ആർക്കെതിരെ പോരാടണമെന്നും ആരെയാണ് രക്ഷിക്കേണ്ടതെന്നും മനസ്സിലാക്കുന്നു. അവർ തമ്പുരാനെ കാണുന്നു. ഒരു വലിയ കുടുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടിലാണ് തമ്പുരാനെ അവർ ഇട്ടിരിക്കുന്നത്. കാളു പെട്ടെന്ന് മുന്നിലേക്ക് വല കീറിയെറിഞ്ഞു. പുള്ളിപ്പുലി അതിശക്തിയോടെ പുറത്ത് ചാടി വന്നു. മനുഷ്യർ ഭയന്ന് പിന്നോട്ട് ഓടി. കാട് അതിൻ്റെ ശ്വാസം തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുഴകൾ ഒഴുകുന്നു. മരങ്ങൾ പടർന്നു വളരുന്നു. പക്ഷികൾ വീണ്ടും പാടിത്തുടങ്ങിയിരിക്കുന്നു. തവളകൾ ഉല്ലാസത്തോടെ ചാടിത്തുടങ്ങിയിരിക്കുന്നു. കാളുവും കുറുക്കനും ഒരുമിച്ച് മൂടൽമഞ്ഞ് തഴുകിയ മലകളിലേക്ക് നോക്കുന്നു. കാട് വീണ്ടും ജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തമ്പുരാൻ നന്ദിയോടെ നോക്കി പറഞ്ഞു, നിങ്ങൾ കാടിൻ്റെ കാവൽക്കാരാണ്. കാടിൻ്റെ ഓരോ ജീവിയും അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് പാടം നിറഞ്ഞു. മഞ്ഞുപോലെ വിരിയുന്ന പൂക്കൾ വീണു. കുറുക്കൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ യാത്ര ഇതുവരെ എളുപ്പമായിരുന്നില്ല. കാളു പറഞ്ഞു, പക്ഷേ അതിൽ അർത്ഥമുണ്ടായിരുന്നു. അവർ പിന്നെയും കാട്ടിലൂടെയുള്ള യാത്ര തുടരുന്നു. ഇനി കാടിൻ്റെ ഓരോ പച്ചയും അവർക്കൊരു നിഴലാണ്. കാടിൻ്റെ ഓരോ ശബ്ദവും അതിൻ്റെ ഹൃദയമിടിപ്പ് കൂടിയാണ്. അവർ പുതുതായി കണ്ട വനങ്ങൾക്കുള്ളിലേക്ക് പോയി. അവിടെ മറ്റൊരു വംശം ജീവികൾ ഇവരെ കാത്തിരിക്കുകയായിരുന്നു.
പുള്ളിപ്പുലി കാടിൻ്റെ കാവൽക്കാരിയായി വീണ്ടും സ്ഥാനമേറ്റു. കാളുവും കുറുക്കനും കാടിൻ്റെ കാവൽക്കാരായി തുടർ ദൗത്യം ഏറ്റെടുത്തു. കാട് സന്തോഷത്തോടെ നീങ്ങാൻ തുടങ്ങി. മനുഷ്യർ കാട് വിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചു. അവർ മനസ്സിലാക്കി, കാട് മനുഷ്യർക്ക് മാത്രമായുള്ളവയല്ല, ഈ ലോകത്തിലെ എല്ലാ ജീവികൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന്. കഥ പറയുന്ന ശബ്ദം ഈ ഭൂമി നമ്മുടേത് മാത്രമല്ലെന്നും നമ്മൾ ഭൂമിയുടെ ഭാഗം മാത്രമാണെന്ന് അറിയാൻ ഈ കഥ നമ്മളെ സഹായിക്കുന്നു.